ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല ചെറിയച്ച. എന്റെ ചെറിയച്ചൻ എന്താണെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു സ്ത്രീയെയും ചതിക്കാൻ ചെറിയച്ചന് കഴിയില്ല. ഇവർ പറഞ്ഞൊന്നും ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ഇനി എനിക്കത് ഇവരും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അത് ചെറിയച്ചൻ തന്നെ പറയണം. പെട്ടെന്നൊരു ദിവസം കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി അയാൾക്ക് ആ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോവേണ്ടി വരുന്നു. ആ സമയം കാമുകിയോട് ഞാൻ തിരിച്ചു വന്ന് നിന്നെ സ്വീകരിച്ചുകൊള്ളാമെന്ന് അയാൾ വാക്കുകൊടുക്കുന്നു. ആ പ്രതീക്ഷയിൽ ആ പെൺകുട്ടി അയാൾക്കായി കാത്തിരിക്കുന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോകുന്നു. അയാൾ വന്നില്ല. പക്ഷേ അയാൾ കൊടുത്തിട്ട് പോയ സമ്മാനം തന്റെ ഉള്ളിൽ വളരുന്നത് ആ പെൺകുട്ടി അറിഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ എപ്പോഴും അയാളെ വിശ്വസിച്ച് കാത്തിരുന്നു. ആ സ്ത്രീ പ്രസവിച്ചു. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അയാൾ വന്നില്ല. ആ സ്ത്രീ മരിച്ചു. സോ സാഡ്. മരണം വരെയും അവർ അയാളെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല. പക്ഷേ ആ സ്ത്രീ പ്രസവിച്ച കുട്ടി വളർന്നു. അവൻ അവന്റെ അച്ഛനെ തേടി ഒരുപാട് നാളുകൾ അലഞ്ഞു. ഒരൊറ്റയാൾ പോരാട്ടത്തിനൊടുവിൽ അവൻ അവന്റെ അച്ഛനെ തേടി കണ്ടുപിടിച്ചു. ഗുഡ്. അവൻ അവന്റെ അച്ഛന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇനി അയാൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയണം. ഇതില് ഞാൻ എന്ത് പറയാനാ? ഇത് കഥ വല്ലതാണോ? അല്ല, ഇതിലെ അച്ഛന്റെ സ്ഥാനത്താണ് അങ്കിളെങ്കിൽ എന്ത് ചെയ്യും? ഞാനോ? അതെ, അങ്കിള് കുറച്ചുനാള് പാലക്കാട് കമ്പിളിച്ചുങ്കത്തിൽ ചാനലിന് വേണ്ടി താമസിച്ചിരുന്നില്ലേ? അവിടെ താമസിച്ചിരുന്ന ശുഭ എന്നൊരു സ്ത്രീയെ ഓർമ്മയുണ്ടോ? ആ ശുഭയുടെ മകന് ഈ നിൽക്കുന്ന കിരൺ.
സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ ചെറിയച്ഛനോട് ഞാൻ വരാൻ പറഞ്ഞത്. ഇവര് പറയുന്ന ഒന്നും സത്യമല്ലെന്ന് അങ്ങോട്ട് തോർന്ന് പറ ചെറിയച്ച. എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല ചെറിയച്ച. എന്റെ ചെറിയച്ചൻ എന്താണെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു സ്ത്രീയെയും ചതിക്കാൻ ചെറിയച്ചന് കഴിയില്ല. ഇവർ പറഞ്ഞൊന്നും ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ഇനി എനിക്കത് ഇവരും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അത് ചെറിയച്ചൻ തന്നെ പറയണം. അങ്ങനെ പറയാൻ കഴിയില്ല ചേച്ചി. എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും പിഴച്ചവളെന്ന് മുദ്രകുത്തിയപ്പോഴും എന്റെ അമ്മ അച്ഛന്റെ പേര് പറഞ്ഞിട്ടില്ല. അത് പേടിച്ചിട്ടല്ല, അമ്മ അച്ഛനെ അത്രയേറെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ്. എന്റെ ഇതുവരെയുള്ള ജീവിതം മുഴുവൻ അച്ഛൻ ആരാണെന്ന് അറിയാതെ, അച്ഛന്റെ സ്നേഹം കിട്ടാതെ, മറ്റുള്ളവരുടെ ശാപവാക്കുകളും അപമാനങ്ങളും കേട്ടാ വളർന്നത്. ജനിപ്പിച്ചത് ആരാണെന്നറിയാതെ, സ്വന്തമായ ഒരു അഡ്രസ് പോലും ഇല്ലാതെ ഇത്രയും കാലം ഞാനെല്ലാം അനുഭവിച്ചു. ഇനി എനിക്കത് പറ്റില്ല. ജന്മം തന്നയാള് ജീവിച്ചിരിക്കുമ്പോ ഇനി അനാഥനെ കഴിയാൻ വയ്യ. എനിക്ക് നിഷേധിച്ചതെല്ലാം എനിക്ക് തിരിച്ചു വേണം. എന്റെ അമ്മയുടെ സ്നേഹത്തിന് അർഹനാണെങ്കിൽ, ഉള്ളിൽ എന്തെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ എന്റെ അച്ഛൻ എന്നെ അംഗീകരിക്കണം.